ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കുന്നത്തൂർ പാടിയിലേക്കാണ്. ഞാനും അനിയത്തിയും ആൻറ്റിയും അയൽപക്കത്തെ ചേച്ചിയും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. മുത്തപ്പൻ്റെ ആരൂഢ സ്ഥാനമാണ് കുന്നത്തൂർ പാടി. കാനനപാതയിലൂടെയാണ് ഇവിടേക്കുള്ള യാത്ര. ഞങ്ങൾ അവിടെ എത്തി. അവിടെ മല കയറുന്നതിന് മുമ്പ് മുത്തപ്പന് ഒരു ക്ഷേത്രമുണ്ട്. അവിടെ പ്രാർത്ഥിച്ച് ഞങ്ങൾ അന്നദാനത്തിനുള്ള ക്യൂവിന് നിന്നു. ഊണിന് സാമ്പാറും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. വഴിപാടും കഴിച്ച് ഇനി കാനനപാതയിലൂടെ മുത്തപ്പൻ്റെ ഇഷ്ടസന്നിധിയിലേക്ക്. ഉരുളൻ കല്ലുകൾ നിറഞ്ഞ പാതയായിരുന്നു മുകളിലേക്ക്. ഇടയിൽ മരത്തിൻ്റെ വേരുകളുമുണ്ട്. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ഉരുളൻ കല്ലുകൾ കാലിൽ തറിക്കുമോ എന്ന ആശങ്ക എനിക്കുണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരു ചേച്ചി വീണു. പക്ഷേ ഒന്നും കാര്യമായി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ദേവസ്ഥാനത്തേക്ക് എത്തി. വിശാലമായ ദേവസ്ഥാനമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഒരു ഗുഹയിലാണ് മുത്തപ്പൻ്റെ സാന്നിധ്യം കൂടിയിരിക്കുന്നത്. അതിനു ചുറ്റും പാലമരങ്ങളും കുന്നിൻ ചെരുവുകളുമാണ്. പാടിക്കുട്ടി അമ്മയുടെയും വാഴുന്നോരുടെയും മകനാണ് മുത്തപ്പൻ. പുഴയിൽ നിന്ന് ആണ് അവർക്ക് ആ പൊന്മകനെ കിട്ടിയത്. വളർന്നു വരുന്ന ആ ബാലന് നായാട്ടിനായിരുന്നു കൂടുതൽ താല്പര്യം. ഇവിടെ വലിയ മുത്തപ്പനെയും ചെറിയ മുത്തപ്പനെയും ഒന്നിച്ച് കെട്ടിയാടാറില്ല. ഇവിടെ മുത്തപ്പന് ക്ഷേത്രമില്ല. ആ കാനന അന്തരീക്ഷമാണ് മുത്തപ്പന് ഏറെ ഇഷ്ടം. ഞങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് മുത്തപ്പനെ കണ്ടു. മുത്തപ്പൻ്റെ മാതാവായ മൂലംപെറ്റ ഭഗവതി കൂടി ഇവിടെ കെട്ടിയാടപ്പെടുന്നു. പുലർച്ചെയാണ് ആ തെയ്യം ഉണ്ടാവുക. അവിലും കടലയുമാണ് അവിടുത്തെ പ്രസാദം. അതൊക്കെ കഴിച്ച് മൂടൽമഞ്ഞും ആസ്വദിച്ച് ഞങ്ങൾ മുത്തപ്പനെ കണ്ടു. തിരുവപ്പണിയാണ് അവിടെ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മസാലക്കടലയും ഒക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മസാലക്കടലയും കുറിച്ചുകൊണ്ട് ഞങ്ങൾ മുത്തപ്പനെ കണ്ടു. പിന്നെ എല്ലാവർക്കും അത് പങ്കുവയ്ക്കുകയും ചെയ്തു. ഇനി കാനനപാതയിലൂടെ നേരെ താഴേക്ക്. അവിടെ പല സാധനങ്ങളും വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവിലും പൊരിയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങാൻ ഞങ്ങൾ സ്റ്റാളുകളിൽ കയറി. അവിടെ നിന്ന് പൊരിയും അച്ചപ്പവും കുഴലപ്പവും ഒക്കെ വാങ്ങി നേരെ താഴേക്ക് നടന്നു. ഒരുപാട് നടക്കാൻ താഴേക്കും ഉണ്ടായിരുന്നു. പക്ഷേ കയറുന്നതിനേക്കാൾ എളുപ്പമായിരുന്നു താഴേക്ക് നടക്കാൻ ആയിട്ട്. പിന്നീട് ഓട്ടോയിൽ പിന്നെ വീട്ടിലേക്ക്. രാത്രി ആയതുകൊണ്ട് ഡ്രൈവർ ഉറങ്ങുമോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അയാളോട് ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ എളുപ്പ വഴിയിലൂടെയാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്.